ഹലോ ഗായ്സ്, വെൽക്കം ടു വീക്ക് എക്സ്പ്ലനേഷൻ. ഫാമിലി ബൈ ചോയ്സ് എന്ന ഡ്രാമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ 4 എപ്പിസോഡ് വരെ നമ്മൾ തീർത്തായിരുന്നു. അപ്പം അത് കാണാത്തവർ അത് പോയി കാണുക. ഇല്ല ഇത് വല്ലതും മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ 5ാമത്തെ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ജുവാൻ ഡേറ്റിനൊക്കെ പോയി അതവർക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ച് വീട്ടിലൊക്കെ വന്നാണ് കണ്ടത്. തിരിച്ചടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ ബാക്കി പിള്ളേരെല്ലാം അറിഞ്ഞ് ജുവാൻ മറ്റേ പയ്യനെ റിജക്റ്റ് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞ് പിള്ളേരൊക്കെ വന്ന്, എന്നാടി നീ അവനെ റിജക്റ്റ് ചെയ്തെന്ന് കേട്ടല്ലോ, എന്നെ നിനക്ക് ചേട്ടന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്ന പോലെ ഒരു ഫീല് അവൻ്റെ കൂടെ കറങ്ങി നടന്നപ്പോൾ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ അവളെ കളിയാക്കാൻ തുടങ്ങി. അവളെ ഈ പിള്ളേരെയൊക്കെ തോറ്റല്ല എന്നുള്ള രീതി അവൾമാരെ പുച്ഛിച്ചുള്ള ഒരു ഭാവത്തിൽ അങ്ങ് നിൽക്കുക. പിന്നെ അവൾക്ക് സൈ കേട്ടപ്പോൾ അവളുമാരെ ഓടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇന്നലത്തെ പയ്യൻ എന്തോ പിന്നെയും വരുന്നു അവളോട് മിണ്ടാൻ വേണ്ടി. അവളുടെ അടുത്ത് വന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇന്നലത്തേന് സോറിയൊക്കെ പറഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നു, ആസ് എ ഫ്രണ്ടായിട്ടെങ്കിലും ഒന്ന് കാണാമോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലത്തെ കാര്യം നീ ആരുടെയും പറഞ്ഞു, കാരണം ഇവളും അവനും കൂടെ വഴക്കുണ്ടാക്കിയ കാര്യം ആരുടെയും പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, എന്നാൽ പിന്നെ നിന്നെ ഫ്രണ്ടായിട്ട് കാണാൻ ഞാൻ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞു അവൻ അതിൻ്റെ സന്തോഷത്തിൽ തിരിച്ച് ക്ലാസ്സിൽ പോകുന്നു. അടുത്ത സൻഹയും ജുവാനും കൂടെ തിരിച്ച് സ്കൂളിൽ നിന്ന് നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സൻഹ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തോർത്തിട്ട് അവനോട് ആസ് എ ഫ്രണ്ടായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ ചോദിച്ച് നടന്നു വരുമ്പോഴാണ് ദാണ്ട് വരുന്നു അടുത്ത അവതാർ ഇതല്ലല്ലോ, അടുത്ത കഥാപാത്രം. അതാണ് നല്ലത് എനിക്ക് പറയാൻ. ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ സൻഹയുടെ അമ്മ. അവനെ കളഞ്ഞിട്ട് പോയി അവൻ്റെ അമ്മ അതാ വന്നിരിക്കുന്നു. തള്ള പിന്നെ മോനെ കാണാൻ വന്നത്. പുള്ളിക്കാരി മോനെ കാണാൻ വന്നതാണ്. പുള്ളിക്കാരി വിളിച്ചിട്ട് മോൻ അങ്ങോട്ട് കോളൊന്നും എടുക്കുന്നില്ല. അതിന് മോനെ സ്കൂളിൽ വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ജുവാനെ മാറ്റി നിർത്തിയിട്ട് അവരൊരു കഫേ കയറിയിരുന്ന് ചായ വല്ലതായിരിക്കും ഇന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. അത് തന്നെ പുള്ളിക്കാർ ചോദിക്കുന്നത്, ഞാൻ വിളിച്ചിട്ട് എന്നാ നീ ഫോൺ എടുക്കാത്തതെന്നാണ്. ഞാൻ എന്തിനാ നിങ്ങൾ വിളിച്ച ഫോൺ എടുക്കണം എന്നവൻ തിരിച്ചും ചോദിക്കുന്നുണ്ട്. സൻഹ തന്നെ ചോദിക്കുന്നുണ്ട്, പണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, അപ്പം ഞാൻ നിങ്ങളെ കുറേ വട്ടം വിളിച്ചിട്ടുള്ളതാണ്, കുറേ കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുള്ളതാണ്. നിങ്ങൾ എന്നെ കാണാൻ വരികയോ എനിക്ക് വേണ്ടി ഒന്ന് സമയം മാറ്റി വെക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇന്നതിന് എന്നെ വിളിക്കുന്നേ എന്നുള്ള രീതിയിൽ അവൻ പുച്ഛിച്ചു വിടുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ജുവാനും ഹേജുവിനും വെളിയിൽ നിൽപ്പുണ്ട്. ഹേജുവിനാണ് സത്യം പറഞ്ഞാൽ സൻഹയുടെ അമ്മ കുറേ കാലങ്ങൾക്ക് ശേഷം അവനെ കാണാൻ വന്ന് അവൻ്റെ അമ്മയെ ഹേജുൻ കാണുമ്പോൾ അവൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. അത് ഓർത്തപ്പോഴത്തേക്കിന് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജുവാനാണ് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചങ്ങ് പോകുന്നു. പുള്ളിക്കാരിയാണെങ്കിൽ സൻഹയോട് പറയുന്നത്, ഞാൻ നിന്നോട് ക്ഷമിക്കാമെന്നൊക്കെ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്തോത്തിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. നീ ഒന്നും ചെയ്തില്ലേ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി സൻഹയുടെ അനീതിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ നീ പറയിപ്പിച്ചല്ലേ ചോദിക്കുന്നുണ്ട്. അവൻ അവൻ്റെ അനീതിയുടെ പേര് കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടപ്പോൾ അവൻ അവിടെ ഇരിക്കാൻ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങളെ കാണാനില്ല, നിങ്ങൾ എന്തായാലും നന്നായിട്ട് ഇരിക്കുക എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അങ്ങ് എണീറ്റ് പോകുന്നു. ഹേജും ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ അമ്മയെ ഓർത്ത് അവിടെ നിന്ന് സൻഹയുടെ അമ്മയെ കണ്ടുകൊണ്ട് അങ്ങ് മാറി തിരിച്ച് നടന്നു പോയതാണ്. അവൻ്റെ അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് നടക്കുമായിരുന്നു. സൻഹ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ജുവാൻ്റെ കയ്യും പിടിച്ചങ്ങ് നടന്നുപോയി. ജുവാൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന്. ഞാൻ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്നു. എന്നാൽ പോകുന്ന വഴിക്കൊന്നും ശരിക്കല്ല നടക്കുന്നത്. അവന് മൊത്തം മൈൻഡിൽ പണ്ടത്തെ കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷം ആ പണ്ടത്തെ കാര്യം പിന്നെ അവൻ്റെ മൈൻഡിലോട്ട് ഇട്ടപ്പോഴത്തേക്ക് അവനൊരു റിലേ ഇല്ലെന്ന് വേണം പറയാൻ. ജുവാനാണ് സത്യം പറഞ്ഞാൽ അവനോട് എന്താ പറയണമെന്ന് അറിയത്തില്ല. അവനും അവൻ്റെ അമ്മയും അവിടെ ഇരുന്ന് തന്നെ സംസാരിച്ചെന്നും അവൾക്കറിയത്തില്ല. അവളിങ്ങനെ അവൻ്റെ പുറകെ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നടന്ന് റോഡ് ക്രോസ് ചെയ്യുന്നൊരു സ്ഥലമാകുമ്പോൾ സൻഹ അങ്ങ് നടന്നു പോകാൻ നോക്കുക. അവൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ എവിടെ കൂടെ നടക്കുന്നതിന് പോലും അവൻ ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നാണെങ്കിൽ ഒരു വണ്ടി അവനെ ഇടിക്കാൻ വന്നപ്പോൾ ജുവാൻ അവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഞാൻ എവിടാ നിൽക്കുന്നത് എന്നുള്ള രീതി ഒരു ബോധത്തിലായത്. അവൾക്കാണ് പെട്ടെന്നങ്ങ് പേടിയായി. ഇവൻ ഈ റിലേ ഇല്ലാതെ ഇങ്ങനെ നടന്ന് വല്ലതും പറ്റിയാൽ അവൾക്ക് സഹിക്കത്തില്ലല്ലോ. അതും പറഞ്ഞ് പിന്നെ അവൻ്റെ മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചു പിള്ളേർക്ക് വരെ ഇന്നത്തെ കാലത്ത് വെളിവും ബോധമുണ്ട്. നിങ്ങൾ ഏത് റിലേയിലാണ് നടക്കുന്നത് എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട് തിരിച്ച്. അങ്ങനെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് ജുവാൻ അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ അമ്മ പറഞ്ഞേ എന്ന്. അപ്പോൾ അവൻ അവളോട് പറയുന്നുണ്ട്,
പുള്ളിക്കാരി എനിക്ക് പണിഷ്മെൻറ്റ് തരും എന്നൊക്കെയെന്ന്. അത് കേട്ടിട്ട് അവൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് അവൾ പറഞ്ഞു, ആ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടണം, എനിക്ക് ഹേജുവിനും പപ്പടമായിരിക്കുന്ന തല്ലും വഴക്കും ഒക്കെ വാങ്ങിച്ച് തരുന്നതല്ലേ, സ്കൂളിലാണെങ്കിലും ഞങ്ങൾക്ക് തല്ല് കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് അവൾ ചുമ്മാ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് എന്നുള്ള രീതി അവൻ നിൽക്കുന്നു. പെട്ടെന്ന് ജുവാൻ്റെ വയറ്റിൽ നിന്നൊരു ശബ്ദം. അത് കേട്ടുകൊണ്ടവൻ വാ കഴിക്കാൻ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് അവളെ കഴിക്കാൻ കൊണ്ടുവന്നു. പിന്നെ അറിയാമല്ലോ ജുവാൻ്റെ ഫേവറേറ്റ് എന്നാന്ന്, കേക്ക് കണ്ട് അവൾ അവിടെ കിടക്കും. അമ്മാതിരി ഇഷ്ടമാണ് അവൾക്ക് കേക്ക്. പിന്നെ അങ്ങനെ പോയി ഒരെണ്ണം സെലക്ട് ചെയ്ത് അവൾ അവൻ്റെ വായിലൊക്കെ വെച്ച് കേക്ക് കഴിക്കുന്നു. നല്ല സന്തോഷം. അടുത്ത സീനിൽ സൻഹയുടെ പപ്പയാണ് കാണിക്കുന്നത്. സൻഹയുടെ പപ്പ ജോലി സ്ഥലത്ത് നിൽക്കുമായിരുന്നു. അവിടേക്ക് സൻഹയുടെ അമ്മ സൻഹയുടെ പപ്പയെ കാണാൻ വേണ്ടി വന്നേക്കുക. പുള്ളിക്കാരിയെ കണ്ട ഉടനെ പുള്ളിക്കാരി എന്തോ പറയാൻ വേണ്ടി വന്നതാ. പുള്ളിക്കാരൻ നീ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ടും കൂടെ പോകുന്നു. പുള്ളിക്കാരി പക്ഷേ കഴിക്കാൻ കൊടുത്തിട്ട് പുള്ളിക്കാരി ഒന്ന് ജസ്റ്റ് അത് വായി വെച്ച് നോക്കിയപ്പോഴത്തെ രീതിയിൽ അതങ്ങ് മാറ്റി വെച്ച് പുള്ളിക്കാരനോട് സംസാരിക്കാൻ തുടങ്ങി. പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ കാര്യങ്ങൾ തീരുന്നിടം വരെ പുള്ളിക്കാരിയും മോളും ഇവിടെ കാണുമെന്നും അതിനുശേഷം പുള്ളിക്കാരി വേറൊരു സ്ഥലത്തെ ഒരു സിറ്റിയാണത്, സിറ്റിയിലേക്ക് പോകുമ്പോൾ സൻഹേനും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നേ. അവിടെ ആകുമ്പോൾ അവന് നല്ല വിദ്യാഭ്യാസം, കുറച്ചുകൂടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടും, അവനെ എനിക്ക് കുറച്ചുകൂടെ നോക്കാൻ പറ്റും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സൻഹയുടെ പപ്പ ഒന്നും തിരിച്ച് പറയാത്തതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ സൻഹയെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി കണ്ടായിരുന്നു, സംസാരിച്ചു എന്ന്. അത് കേട്ടപ്പോൾ പുള്ളി ചോദിക്കുന്നുണ്ട് അവൻ എന്താ പറഞ്ഞതെന്ന്. പുള്ളിക്കാരിയുടെ ഇരിപ്പ് കണ്ടപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞേക്കുന്നത്, അവന് താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് എന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുള്ളി ചോദിക്കുന്നുണ്ട്, എന്തായാലും അവൻ നിൻ്റെ കൂടെ വരാൻ താല്പര്യം കാണില്ല എന്നല്ലേ അവൻ നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ ഭാവി എന്താവുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്നുമില്ലല്ലോ അവൻ്റെ അമ്മ തന്നെയാ എന്ന് പുള്ളിക്കാരി പറയുമ്പോൾ, ഓഹോ ആ ബോധമൊക്കെ നിനക്കുണ്ടായിരുന്നു, നീ തന്നെ പറഞ്ഞു നിൻ്റെ ഇപ്പോഴത്തെ ഭർത്താവ് പറഞ്ഞെന്നു ഒരു ഫാമിലി ആയാൽ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവണമെന്ന്. എന്നാൽ നീ എന്താ ചെയ്തത്? നീ നിനക്ക് വേണ്ടി പുതിയൊരു ലൈഫ് തേടി നീ പോയി, നീ അവനെ തിരിഞ്ഞു നോക്കിയോ? ഇത്രയും കാലം നീ അവനെ തിരിഞ്ഞു നോക്കിയില്ല, പിന്നെ ഇപ്പം നിനക്ക് എന്നതിന് അവനോട് ഇത്ര സ്നേഹം എന്നുള്ള രീതിയിൽ പുള്ളി കുറേ അലച്ചിട്ട് പുള്ളി അങ്ങ് എണ്ണീറ്റ് പോകുന്നു. പുള്ളി പോയ പുറകെ പുള്ളിക്കാരിയും പോകുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി നിങ്ങൾ വരണ്ട എന്നുള്ള രീതി പറഞ്ഞങ്ങ് പോകുന്നു. അടുത്തത് ജുവാൻ്റെ പപ്പയാണ് കാണിക്കുന്നത്. ജുവാൻ്റെ പപ്പയാണെങ്കിൽ ഹേജുവിൻ്റെ ആവശ്യത്തിനായിട്ട് അവൻ്റെ ശരിക്കുള്ള പപ്പ വന്ന് വിളിച്ചുകൊണ്ട് പോകാതിരിക്കാൻ നേരത്തെ തന്നെ ഒരു ലോയറിനെ കാണാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ പുള്ളിക്ക് ഒരു കോൾ വരുന്നു. നമ്മുടെ സൻഹയുടെ പപ്പയുടെ കൂടെ ജോലി ചെയ്യുന്ന പുള്ളി തന്നെ വിളിച്ചു പറഞ്ഞതാണ്, സൻഹയുടെ പപ്പ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുക വന്ന് കൊണ്ടുപോകുമോ എന്നുള്ള രീതിയിൽ വിളിച്ച് പുള്ളി പിന്നെ സൻഹയുടെ പപ്പയെ കാണാൻ വേണ്ടി പോകുന്നു. പുള്ളി ചെന്നപ്പോൾ അവിടെ മറ്റേ പോലീസുകാരനും ഉണ്ടായിരുന്നു. പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ എക്സ് വൈഫ് കാണാൻ വന്നായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഏകദേശം ജുവാൻ്റെ പപ്പയ്ക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ പിന്നെ ഇരുന്ന് അവരെല്ലാം കൂടെ സംസാരിക്കുന്നു. അങ്ങനെ അവസാനം ജുവാൻ്റെ പപ്പ പറയുന്നു, നീ ഇങ്ങനെ ഇവിടെ നിന്ന് കുടിച്ചിട്ട് കാര്യമില്ലല്ലോ, വീട്ടിൽ പോകാൻ. സൻഹയോട് അവൾ എന്തോ പറഞ്ഞു നമുക്കറിയത്തില്ലല്ലോ, അവനോട് പോയി ചോദിക്കണ്ടേ, നീ അവനോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? നീ ഒന്നും ചോദിക്കാറില്ല, നീ മനസ്സിലാക്കും പക്ഷെ നീ ഒന്നും അവനോട് എന്താന്ന് അവനോട് ആയിട്ട് നീ ചോദിക്കാറില്ല, നീ എങ്ങനെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകും. സൻഹയുടെ അമ്മ തിരിച്ച് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ മോള് ചോദിക്കുന്നുണ്ട്, ചേട്ടനെ കണ്ടായിരുന്നോ, ചേട്ടൻ നമ്മുടെ കൂടെ താമസിക്കാൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടനെ കണ്ടായിരുന്നു, ചേട്ടൻ വരും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. തിരിച്ച് ജുവാൻ്റെ വീട് കാണിക്കുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. സൻഹയുടെ പപ്പ വെച്ച് അപ്പോൾ ജുവാൻ്റെ പപ്പ പറയുന്നുണ്ട് അവനൊന്ന് ഡ്രിങ്ക്സ് അടിച്ചെന്ന്. അപ്പോൾ സൻഹ ചോദിക്കുന്നുണ്ട്, അച്ഛൻ അങ്ങനെ ഡ്രിങ്ക്സ് അടിക്കാറില്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് ഇന്ന് അമ്മ അച്ഛനെയും കാണാൻ പോയത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പുള്ളിക്കാരി അച്ഛനെയും കാണാൻ പോയല്ലേ? അപ്പോൾ ജുവാൻ ചോദിക്കുന്നു, ആര്, നിൻ്റെ അമ്മയോ? പുള്ളിക്കാരി ജുവാൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ എൻ്റെ അപ്പ കുടിക്കുന്നേ? അപ്പോൾ ജുവാൻ്റെ പപ്പ അവളോട്, നീ വായടച്ച് അവിടെ ഇരിക്കുക, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ അറിയുന്നതെന്നൊക്കെ. സൻഹ ഹേജിനോട് നീ ഇപ്പം ഹാപ്പി അല്ലേ എന്നും പറഞ്ഞ് അവൻ അങ്ങ് എണ്ണിറ്റ് പോന്നു. അത് കേട്ടോണ്ട് ഹേജിൻ അവൻ്റെ പുറകെ ചെന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ആ ഡയലോഗ് ഇപ്പോൾ പറഞ്ഞേ, ഞാൻ ഹാപ്പി അല്ലേ എന്ന്. അപ്പം പറയുന്നുണ്ട്, അതിപ്പോൾ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിനക്കറിയാം ഇപ്പോഴും എൻ്റെ അമ്മ പറയുന്നത് എൻ്റെ അനിയത്തി മരിച്ചത് എൻ്റെ കാരണത്താലാണ്, ഇപ്പോഴും പുള്ളിക്കാരി എന്നെ അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് നിനക്കറിയാവോ? ഇല്ലല്ലോ, അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന്, അന്ന് അവിടെ എന്നെ ഉണ്ടായെന്ന് ആർക്കും അറിയത്തില്ല.
പക്ഷെ എന്നാലും അതെനിക്ക് ഓർക്കാൻ താല്പര്യമില്ല. എന്നാലും പുള്ളിക്കാരി എന്നെ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നേ ഹേജുനോട് പറയുന്നു. പിന്നെ അവൻ പറയുന്നുണ്ട്, നീ ജലസൊന്നും ആവണ്ട എൻ്റെ കാര്യത്തിൽ. കാരണം അവൻ്റെ അമ്മ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. ഇവൻ്റെ അമ്മ തിരിച്ചു വന്നതിൻ്റെ ജലസൊന്നും നീ ആവണ്ട എന്ന് ഹേജുനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ഹേജുൻ, ഞാൻ എപ്പോൾ സോറി പറഞ്ഞാൽ വന്നാലും നീ എന്നെ ഒരുമാതിരി അങ്ങ് ആക്കും, അതുകൊണ്ട് എനിക്ക് സോറി പറയാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞപ്പോൾ അവിടെ ജുവാൻ നിൽപ്പുണ്ടായിരുന്നു കതവിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ അവൾ വരെ നോക്കിയിട്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല എൻ്റെ അമ്മ എങ്ങനെയാണ് ഇരുന്നേ, അമ്മയുടെ ഒരു ഫേസ് പോലും എനിക്ക് ഓർമ്മയില്ല എന്ന്. അത് കേട്ട് അവൾ അങ്ങ് തിരിഞ്ഞു പോന്നു. പക്ഷേ ജുവാൻ പോകുന്നതിനെക്കാട്ടി സ്പീഡ് നമ്മുടെ ഹേജുനാണ് നടന്ന അവളുടെ മുന്നിൽ കയറി റൂമിൽ കയറി കതവടച്ച്. അത് കണ്ടുകൊണ്ട് സൻഹ അവളോട്, ബാ നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ സംസാരിക്കുന്നു. ജുവാൻ സൻഹയോട് പറയുന്നു, സത്യം പറഞ്ഞാൽ ഹേജുൻ നല്ല സങ്കടത്തിലാണ്. അവൻ അവൻ്റെ അമ്മയെ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്, എന്നാലും അവൻ ചിരിച്ചു കളിച്ച് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സൻഹ പറയുന്നുണ്ട്, എനിക്കത് അറിയാവടി, അവൻ റോങ്ങായിട്ട് വിളിക്കുന്ന കോള് പോലും അവൻ അറ്റൻഡ് ചെയ്ത് നോക്കും, അവൻ്റെ അമ്മ വല്ലതും ആണോ എന്ന് ഉള്ളൊരു സംശയത്തിൽ. അവൻ ഈ ബുദ്ധിമുട്ടായ ഒരു വേൾഡിൽ നന്നായിട്ട് സർവൈവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. അപ്പോൾ ജുവാൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഈ നാട്ടുകാർ നമ്മൾ 3 പേരും 3 രീതിയുള്ളവരാണെന്ന് പറഞ്ഞാലും എനിക്ക് അമ്മ ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് സങ്കടമൊന്നും ഇപ്പോൾ വരത്തൊന്നുമില്ല. എന്തിനാണ് ഞാനതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് മുന്നിൽ നടക്കുന്നു. അവനത് കേട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ, ഇല്ല വാ. എന്തായാലും അവർ തിരിച്ചു വന്നു. തിരിച്ച് സൻഹയെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ അവിടെ ഒരു എന്തൊക്കെയൊക്കെ ഇട്ട് കലക്കിയ ഒരു വെള്ളം പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജുവാൻ്റെ പപ്പ പുള്ളി ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് അത് കുടിച്ചൊന്ന് തലയ്ക്കൊന്ന് ശരിയാവാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൻഹയെ കയറി വന്നത്. അവനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല. പിന്നെ അച്ഛാ, ഞാൻ ആ പുള്ളിക്കാരിയുടെ കൂടെ അമ്മയുടെ കൂടെ ഞാൻ പോകത്തില്ല എന്ന് ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞായിരുന്നു എന്ന് അച്ഛനോട് പറയുന്നു. ഓക്കെ, നീ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവനെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ അവളോട് സംസാരിച്ചോളാം, നിന്നെ വന്ന് കാണണ്ടെന്നും മിണ്ടണ്ടെന്നും ഒക്കെ, അതാകുമ്പോൾ അവൾ നിന്നെ ശല്യപ്പെടുത്തിട്ടില്ല എന്ന് അച്ഛൻ അവനോട് പറയുന്നു. ഓക്കെ അച്ഛൻ എന്ന് പറഞ്ഞ് അവന് റൂമിൽ പോകുന്നു. ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ ഹേജുനുള്ള ഐസ്ക്രീം കൂടെ വാങ്ങിച്ചായിരുന്നു. അതാണെങ്കിൽ അവൾ വീട്ടിൽ വന്നിട്ട് അവൻ്റെ വാതിൽക്കൽ പോയിട്ട്, എടാ തുറക്കട, ഐസ്ക്രീം വേണേൽ നിന്നാ വാ, ഇല്ല ഇത് മെൽറ്റായിപ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തുറന്ന് അവൻ ഐസ്ക്രീം വാങ്ങി കഥ അടയ്ക്കാൻ വന്നപ്പോൾ അവൻ അത് സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവൻ ആഞ്ഞൊരു അട അടച്ചിട്ട് അങ്ങ് കയറി പോകുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, കരഞ്ഞോണ്ടത് തിന്നണ്ട കേട്ടോ, പിന്നെ കിടക്കുന്നതിന് പല്ലൊക്കെ തേക്കണേ. അത് കേട്ടോണ്ട് അവൻ ഇളിച്ച് കാണിക്കുന്നവൾ. അടുത്ത ദിവസം ഹേജുൻ്റെ പപ്പയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്നിങ്ങനെ, എങ്ങനെയാടാ അവനെ ഒന്ന് എൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് US എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവനെങ്ങനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. അങ്ങനെ കൂട്ടുകാരെ എന്തൊക്കെയോ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഒരു സൺഷൈൻ ആയിരിക്കണം, അവൻ്റെ മുന്നിൽ നീ ഒരു സൺഷൈനെ പോലെ പ്രകാശിക്കണമെന്ന് അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ സ്കൂള് കാണിക്കുമ്പോൾ സൻഹയാണെങ്കിൽ മറ്റേ ജുവാനെ പ്രപ്പോസ് ചെയ്ത ചെറുക്കനെ കാണുന്നു. ഇവർ കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ മറ്റേ ചെറുക്കൻ അവനെ കണ്ടിട്ട് ഗ്രീറ്റ് ചെയ്യുമ്പോൾ, നിനക്ക് എങ്ങനെ എന്നെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ, ജുവാൻ്റെ ചേട്ടനാണെന്ന് എനിക്കറിയാം. ഓഹോ, നീയല്ലേ അവളെ പ്രപ്പോസ് ചെയ്തേ, എന്തായാലും അവൾ നിന്നോട് പറഞ്ഞേക്കുന്ന ഒരു ഫ്രണ്ടായിട്ട് കാണാമെന്നല്ലേ, ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി നീയും തിരിച്ച് എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സൻഹ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൾ അമ്മയില്ല എന്നിട്ട് ഒരു കുട്ടിയായിട്ട് പോലും നല്ല ബ്രൈറ്റ് ഗേൾ ആണെന്നൊക്കെ. അതിനവൻ എന്തായാലും അവൾക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എന്തായാലും ഫ്രണ്ടായിട്ടിരിക്കുക എന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ അവൻ ഒന്നുകൂടെ അവനെ വിളിച്ചിട്ട്, അല്ല നീ അവളോട് പറഞ്ഞു എന്ത് അവൾക്ക് അമ്മയില്ലാത്തതാന്ന്? അല്ല, ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ അവൾ എന്നോട് അന്ന് സംസാരിച്ച കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അടുത്ത സീൻ ഹേജുവിനെയാണ് കാണിക്കുന്നത്. ഹേജുവിനാണെങ്കിൽ പ്രാക്ടീസിന് വന്നപ്പോൾ പിള്ളേരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാന്ന്? അപ്പോൾ നിൻ്റെ അച്ഛൻ തന്നാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനോ? അപ്പോൾ പറഞ്ഞു, അവന്മാർ പറഞ്ഞു, അല്ല നിൻ്റെ മറ്റേ അച്ഛൻ, റിച്ച് അച്ഛൻ, മീൻസ് അവൻ്റെ ശരിക്കുള്ള അച്ഛൻ. അവൻ ഓർത്ത ജുവാൻ്റെ അച്ഛൻ കൊടുത്തു വിട്ടായിരിക്കും എന്നാ. എന്തായാലും അവൻ്റെ ശരിക്കുള്ള അച്ഛനാണ് ഇത് കൊടുത്തു വിട്ടതെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവന്മാരെല്ലാം അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം അവന്മാരുടെ വായിക്കതും നിങ്ങൾ അതെടുത്ത് കളയാൻ നോക്കുക. അപ്പോൾ അവന്മാർ നിനക്ക് എന്നാടാ, എന്തുവായാലും നിന്റെ അച്ഛൻ തന്നെയല്ലേ, പിന്നെ എന്നാ നിനക്ക് ഇത്ര സൂക്കേടെന്നും പറഞ്ഞ് അങ്ങനെ അവന്മാരെല്ലാം അവിടെ കിടന്ന് അടിയായി. ഹേജുനാണ് അവനെയൊക്കെ അട്ടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അട്ടിക്കാൻ പോകുന്ന സെക്കൻഡിൽ തന്നെ സൻഹയെ വന്നു, ഒരു കാര്യമുണ്ട് വാന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ജുവാൻ്റെ കാര്യമാണ്.
അത് കേട്ടുടനെ അവൻ്റെ കൂടെ പോന്നു. ഇവന്മാർ രണ്ടും കൂടെ ഒരുമിച്ച് മറ്റേ ജുവാനെ പ്രപ്പോസ് ചെയ്ത് ചെറുക്കനെ പഞ്ഞിക്കിടാൻ വേണ്ടിയോ അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാ. പക്ഷേ ഇത് കണ്ടോണ്ട് ബാക്കി പിള്ളേർ ക്ലാസ്സിൽ മൊത്തം ചെന്ന് പരത്തി ജുൻഹോയെ ജുവാൻ്റെ ചേട്ടന്മാർ തല്ലാൻ പോകുന്നു എന്നുള്ള രീതിയിൽ. ഇത് കേട്ടുകൊണ്ട് ജുവാൻ്റെ കൂട്ടുകാരി എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. ഓടിച്ചെല്ലുമ്പോൾ അവന്മാരെ എടുത്തിട്ട് പൊരിക്കുകയോ വറക്കുകയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശുഭദിനം. ബൈ ബൈ.